అందరికీ నమస్కారం. అందరికీ నమస్కారం. ആന്തരിക നമസ്കാരം. ആന്തരിക നമസ്കാരം. അതായത് നമ്മളെല്ലാവരും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രലിന്റെ അണ്ടറിലുള്ള കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതില് CUET എഴുതുന്ന കുറെ യൂണിവേഴ്സിറ്റീസിലുള്ള 47 യൂണിവേഴ്സിറ്റിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള പിള്ളേരാണ് നമ്മളെല്ലാവരും. അപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയാണ് സംഭവങ്ങൾ. അവിടെ ഇത്ര പഠിപ്പിക്കുന്നുണ്ട്, സെൻട്രലിന്റെ ഫണ്ടിങ് ഉണ്ട്, അവിടെ ഇങ്ങനത്തെ ഡെവലപ്മെന്റ്സ് ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെയെല്ലാം വിചാരിച്ച് ഇവിടുത്തെ നമ്മളൊരു ഒരു സ്പെസിഫിക് ഐറ്റത്തിന് വേണ്ടി, ഇവിടെ കിട്ടുന്ന ആ ഒരു എൻവയോൺമെന്റിന് വേണ്ടി, അതേപോലെ ഇവിടെ കിട്ടുന്ന എക്സ്പോഷർ, ഇവിടുത്തെ ഹോസ്റ്റൽ ലൈഫ്, ഇതിനെല്ലാത്തിനും വേണ്ടി ഇങ്ങോട്ട് വരുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അങ്ങനെ ഇവിടെ വന്ന കുറെ ബിടെക്കിലെ പിള്ളേരാണ് ഈ ഇരിക്കുന്നത്. ജിയോളജിയിലെ ഒരു കുട്ടിയാണ്. അങ്ങനെ എല്ലാവരും കുട്ടിയൊന്നുമല്ല, 20 വയസ്സായി. എന്നാലും അപ്പൊ സത്യത്തിൽ എന്തായിരുന്നു സത്യാവസ്ഥ? എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു സ്ഥലത്തോട്ട് വന്നിട്ട് നമ്മുടെ ഒരു റീൽസ് കാണുന്നതാണോ റിയാലിറ്റി? റീൽസ് കാണുന്നത് ഒരിക്കലും റീൽസ് കാണുന്നതല്ല റിയാലിറ്റി. നമ്മളിവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റീൽസ് കാണുന്ന ഐറ്റംസ് ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോ ഹോസ്റ്റലിൽ രാത്രി ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ടായി. ഇങ്ങനത്തെ ഐറ്റംസ് നടക്കും, അങ്ങനത്തെ ഐറ്റംസ് നടക്കും. കോളേജിനകത്ത് ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് വൈബ് അടിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഉള്ളതാണ്, പല യൂണിവേഴ്സിറ്റിയിലും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ ചർച്ചയുടെ ഒരു മെയിൻ ഐറ്റം. ഇത് നമ്മുടെ സൗത്തിലുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോ നമുക്ക് എന്തായാലും ചർച്ച തുടങ്ങാം. അപ്പോ നിങ്ങൾ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് ദിവസം വന്നപ്പോ എങ്ങനെയായിരുന്നു? നമുക്ക് ഇങ്ങനെ ഒരു മനസ്സിലൊരു സംഭവം ഇല്ലേ, ഇങ്ങനെ ആയിരുന്നു സംഭവങ്ങളെല്ലാം എക്സ്പെക്ടേഷൻ കൂടുതൽ. സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സ്പെക്ടേഷൻ கர்நாடகான்னு சொல்லிட்டு பெங்களூர் பக்கத்துல இருந்து இருக்கும்னு நினைச்சா மகாராஷ்டிரா ഫസ്റ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർണാടകയിൽ കേട്ടാ ബാംഗ്ലൂർ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 10-13 മണിക്കൂർ യാത്രയുണ്ട്. ബാംഗ്ലൂരിൽ ഒരു 10-13,000 കൊല്ലത്തിന്റെ പിറകിലോട്ടായി ഈ സ്ഥലം. കാളവണ്ടിയൊക്കെ വെളിയിൽ കൂടെ പോകുന്നത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഏതാ ഇടുക്കിയെ പോലെ ഇടുക്കി റേഞ്ചിട്ടാന്നറിയാമല്ലോ. വരുന്ന കുട്ടികളുടെ വരാൻ പോകുന്ന സ്റ്റുഡൻസിനോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ നിങ്ങള് ആദ്യം സൗത്തിലോട്ടാണ് നിങ്ങൾ നോക്കുന്നത്. ആദ്യം പോണ്ടിച്ചേരി നോക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത യൂണിവേഴ്സിറ്റീസ് പലതും നോക്കുക. ആൻഡ് at the end of the day, if you are not getting any other universities, you can come to this university. This is a great university. I am not saying this is a bad university. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല ഇവിടെ ഉണ്ട്. മലയാളി കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ചില ഇഷ്യൂസ് വരുവാണെങ്കിൽ ഞാൻ പറയാം. നിങ്ങളിപ്പോ റീൽസിൽ കാണുന്ന സംഭവങ്ങളില്ലേ, നിങ്ങൾക്ക് ഗ്രാൻഡ് ആയിട്ടുള്ള ഫെസ്റ്റ് ഐറ്റംസ്, അല്ലെങ്കിൽ ഹോസ്റ്റലിനകത്തുള്ള ആ ലെവലിലുള്ള ഒരു വൈബ്, പിന്നെ വേറെന്താ പ്രൊഫസേഴ്സിന്റെ കൂടെയുള്ള അങ്ങനത്തെ ലെവലിലുള്ള ഇന്ററാക്ഷൻസ്, സംസാരം, നാട്ടിലൊരു സെറ്റപ്പേ അല്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി, നിങ്ങൾ വരുന്ന പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈസ് somewhat very much inspired from the modes of teaching of places from outside India. അവരവിടെ ഒരുപാട് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്താണ് NEP സിസ്റ്റംസ് പലതും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പൊ നമ്മൾ മറ്റേ മൈനർ എടുക്കുന്നതും മേജർ എടുക്കുന്നതും പിന്നെ മറ്റേ MDC AEC സംഭവങ്ങളൊക്കെ ഇവിടെ ഈ ഇടയ്ക്ക് ഇംപ്ലിമെന്റ് ആയപ്പോഴും അവിടെയൊക്കെ അങ്ങനെയാണ്. എല്ലാം എലക്റ്റീവ് ആണ്. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കോഴ്സ് ഒന്നും അല്ല അവിടെ ഉള്ളത്. ഇത് അപ്പോഴ് ആ ഒരു സംഭവം നേരത്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ബ്രോഡർ മൈൻഡ് സെറ്റ് വെച്ചോണ്ട് ഇങ്ങോട്ട് വരാവോ? ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കാൻ പോകുന്നത്. നിങ്ങളെ താങ്ങാൻ ഇവിടെ ആരും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഒറ്റയ്ക്കാണ്.
ആണ് കാര്യങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക, കാര്യങ്ങൾ സ്വന്തമായിട്ട് പോയി സംസാരിക്കുക. പ്രൊഫസേഴ്സ് വരും, PPT സ്ക്രോൾ ചെയ്യും, അവര് പോകും. നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കണം. അവരവരുടെ കാര്യം ചെയ്യുന്നുണ്ട്, അവര് വാങ്ങിക്കുന്ന പൈസക്കുള്ള കാര്യം അവരെ PPT സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചാൽ നമുക്ക് കൊള്ളാം. എക്സാം പിറ്റേന്ന് വീഡിയോ വിട്ട് വേണമെങ്കിൽ പാസ്സാണ്, വേണമെങ്കിൽ തോന്നണം. പഠിത്തത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്കൊരു അടിപൊളി ലൈബ്രറി ഉണ്ട് കേട്ടോ. ലൈബ്രറി ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സ്കോളേഴ്സ്ക്കാக കട്ടുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിനാണ് റിസർച്ച് സ്കോളേഴ്സ്. PG is also okay. UG is just for sake. നമ്മുടെ ക്ലാസ്സൊക്കെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ക്ലാസ് എടുത്ത കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് ഗെയിം പ്രിപ്പയർ ചെയ്തിട്ട് എന്താ പറയാ PGക്കും മറ്റേ ഇതിനൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വരുന്ന ആളുകൾ. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ അക്കാഡമിക്സ് അത്ര ടൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് നമുക്ക് ഇവിടെയുള്ള ജിയോളജിയും പോണ്ടിച്ചേരിയുള്ള അപ്ലൈഡ് ജിയോളജിയും. അപ്പോൾ അപ്ലൈഡ് ജിയോളജി വെച്ച് നോക്കുമ്പോൾ അത്ര ടഫായിട്ടുള്ള സിലബസ് അല്ല ഇത്. നിങ്ങൾക്കപ്പോ ഓക്കെ, നിങ്ങൾക്കിപ്പോ ഒരു ജിയോളജിയിൽ ഒരു ഡിഗ്രി എടുക്കണം, അല്ലെങ്കിൽ ഞാൻ എന്റെ സബ്ജക്ട് ആയതുകൊണ്ട് ഞാൻ സോ നിങ്ങളിപ്പോ ജിയോളജി ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കപ്പോ അത്രയ്ക്ക് ടഫാക്കാൻ താല്പര്യമില്ല, നിങ്ങളുടെ സംഭവം അത്ര ടഫാക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോമ്പറ്റീവ് സംഭവം പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ you don't have to be outstanding, you will just have to understand concepts and then you will be able to write the exams. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഇവിടുത്തെ എക്സാംസും വലിയ കണ്ടിയൊന്നുമില്ല, നമ്മളൊക്കെ പാസ്സായി പോട്ടെ എന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൊണ്ട് മനഃപൂർവ്വം പരാജയപ്പെടുന്ന ഒരു പരിപാടി വിട്ടില്ല. പരമാവധി വരെ നമുക്ക് ഫേവർ നമ്മളെ ജയിച്ചുവിടാനുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് പരമാവധി CGPA സ്കോർ ചെയ്യാൻ പറ്റും ഇവിടുത്തെ എഞ്ചിനീയറിംഗ്. പ്ലേസ്മെന്റ് ഒന്നും ഇല്ല. പ്ലേസ്മെന്റ് ഇല്ല. പക്ഷേ ഓഫ് ക്യാമ്പസ് ഔട്ട്സൈഡിൽ ഇന്നലെ പ്ലേസ്മെന്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇവിടെയുള്ള പ്ലേസ്മെന്റ് അല്ലേ ഹൈദരാബാദിന്റെ യൂണിവേഴ്സിറ്റി ഏതാ? അല്ല അല്ല ഇവിടെ പ്ലേസ്മെന്റ് അല്ല, പ്ലേസ്മെന്റ് ഉണ്ട്. 5 to 8 lakhs maximum. പ്ലേസ്മെന്റ് ഉണ്ട്. അല്ല 7 lakh. 7 to 8 lakhs maximum. ഈ ഡിപ്പാർട്ട്മെന്റ്സ് മാക്സിമം ബിടെക് ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് ആയിട്ട് 7 ലക്ഷം ഒക്കെ വരുന്നത്. അതിനകത്ത് നമുക്ക് ജിയോളജിക്കകത്ത് വരുന്നുണ്ട്. ഡോക്ടറേറ്റ് ചെയ്യും. ഈ കുട്ടി എന്റെ മലയാളം അണ്ടർ കൺസ്ട്രക്ഷൻ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക വന്നിട്ടാണ് ഇവിടെ സ്റ്റാൻഡേർഡ് 13. എനിക്ക് ഈ പറഞ്ഞത് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇതിപ്പോ പറയേണ്ട കാര്യം വെച്ചാൽ എൻവയോൺമെന്റ് ആയിരുന്നു നമ്മൾ എന്തായാലും പറയണം. ഒരു സ്ഥലത്ത് പോയി നമ്മൾ പഠിക്കാൻ നിൽക്കുമ്പോൾ അവിടെ നമ്മൾ വളരെ എന്താ ശ്രദ്ധിക്കേണ്ട കുറെ ഐറ്റംസ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ നമുക്ക് അവിടുത്തെ പിള്ളേർ ശരിയാണെന്ന് മാത്രം നോക്കിയാൽ പോരാ, പ്രൊഫസർ ശരിയാണെന്ന് മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് അവിടെ നല്ല ലൈബ്രറി ഉണ്ട്. ഇത് മാത്രമല്ല ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷമാണോ നമ്മൾ നോക്കണം. വലിച്ചു കയറ്റുമ്പോൾ ഒരു ദിവസം രാവിലെ പോയി വലിച്ചു കയറ്റുന്ന 12 സിഗരറ്റിന്റെ ഇതാണ് എൻവയോൺമെന്റിലുള്ളതെങ്കിൽ നമുക്ക് പറ്റൂല. അറ്റ് ദി എൻഡ് ഓഫ് ഒരു 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ വല്ല കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ഇത് ഫിസിക്കൽ നീഡ്സ് ഉള്ള എന്തെങ്കിലും സംഭവം അങ്ങനെ സംഭവത്തിൽ നിങ്ങൾ പോവുകയാണ്. ലൈക്ക് ഞാനിപ്പോ ആർമിക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നെങ്കിൽ അങ്ങനെ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ആരോഗ്യങ്ങളൊക്കെ ലങ്സ് നേരെ പിടിക്കുന്ന പോലും ഇല്ല. എനിക്കാണെങ്കിൽ ഒരു എന്താ ഇത് ആ ഒരു വൈറ്റിംഗ് കപ്പാസിറ്റി അതൊന്നും കാണുന്നില്ല, എല്ലാം തീർന്നു അടിച്ചു പോയി മിക്കവാറിലേക്ക് എന്നുള്ള അവസ്ഥയിലെത്തും. പിന്നെ ഫുഡിന്റെ ഒരു ഇഷ്യൂ, അങ്ങനെ ഫുഡിന്റെ ഒന്നും പറയാനില്ല. ഫുഡ് എന്താ ഫുഡ് എവിടെ ഫുഡ് ഇവിടെ മാത്രമല്ല, നിങ്ങൾ എവിടെ പോയാലും കോളേജിലാണോ പോകുന്നത് ഫുഡിന്റെ കാര്യം ഹോസ്റ്റൽ ഫുഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ എന്തോ ഇവിടെ അല്ല നമ്മൾ ഹോസ്റ്റൽ ഫുഡിന്റെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ നമ്മൾ പേ ചെയ്യുന്ന ഫീസിന്റെ വളരെ കുറവാണ്. മറ്റ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ഇതേ ഫീസ് നമ്മൾ കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റി അല്ല പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി AICP ആയിരുന്നു. പണ്ടെപ്പോഴും ഞാൻ ഇവിടെ ഒരു വാർത്ത വെച്ചിട്ടുണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്തോ ഫുഡിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടോ. അങ്ങനെയല്ല, അതെന്തോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ
കോൺട്രാക്ടർ പോകുന്ന എല്ലാமே കോൺട്രാക്ടർ. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രശ്നമൊന്നുമില്ല. ജീവിച്ചു പോകുന്ന ഫുഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്രയ്ക്ക് മോശം പറയാൻ ഫുഡൊന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് ആഴ്ച ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അവിടെ പറയുമ്പോൾ ഹെൽത്ത് സെന്റർ ഉണ്ട്. സൊമാറ്റോ സ്വിഗ്ഗി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പുറത്ത് 2-3 കടകളുണ്ട്. 30 kilometers away. ഏകദേശം 20 കിലോമീറ്റർ ടീ പോയിന്റ് മറ്റേ ബോംബെ മീറ്റ് പോകുന്ന വെച്ചാട്ടോ. പിന്നെ അർബൻ അകത്തെ ക്യാൻറ്റീൻ അകത്തെ ക്യാൻറ്റീൻ ബിരിയാണി എനിക്കിഷ്ടം. അത് പറഞ്ഞില്ലേ ഏവണ്ണിൽ അവര് 90 രൂപ ബിരിയാണി ഒരു പാല് മുട്ടയും വെച്ചു തുടങ്ങി. സന്തോഷമാണ്. ഒരു മുട്ട പോയി ബാക്കി ഞാൻ പറഞ്ഞു ഐഡിയ. സെയിം പ്രൈസ്. അപ്പൊ അതാണ് ബെറ്റർ. ക്യാൻറ്റീൻ എനിക്കിഷ്ടം. പണ്ടത്തെ രസമല്ല. ഞാൻ മേടിച്ചില്ല. ഞാൻ ഇന്ന് ഞാൻ വെളിയിൽ പോയി കഴിച്ചു. ഞാൻ അകത്തുനിന്ന് ദേവനെ വാങ്ങിച്ചത് കഴിച്ചു തീക്കാൻ പറ്റാതെ എനിക്ക് ദേവനെ വാങ്ങിച്ചിട്ട് കഴിച്ചിരിക്കാൻ പറ്റാതെ എനിക്ക് இவன் சொன்னான்டா டேய் இவன் சொன்னான் இவ்ளோ பெரிய பீஸா அப்படி வச்சா ஏதோ சொல்லிருவேன் வார்த்தைய கோழியோட பேக் மாதிரி இவ்ளோ பெருசா வச்சான் கைய எங்க சிக்கன் பீஸ்ல கூட ரைஸ் இல்ல நீ மேடிச்சா இவ்ளோ பெரிய பீஸாடா நீ ஆர்டர் பண்ணிருக்க நேரா போய் சாப்பிடு நேர்ல குவாண்டிட்டி இல்ல நான் ஆர்டர் பண்ணேன் நேரா போனா இவ்ளோ தான் கைப்பிடியல கொடுத்து இந்தாப்பா பிரியாணி சொல்லியோ ஏவனல்ல ക്യാൻറ്റീൻ അടുത്ത കണ്ടല്ലോ വോയിസ് ഹോസ്റ്റൽ ഭയങ്കര ഇന്റലക്ച്വൽ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മുഖ്യമുള്ള ചർച്ച. രാവിലെ വൈകുന്നേരം വരെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് തോന്നിയൊന്നും വേണ്ട. ബിരിയാണി എടുത്തിട്ട് வீட்டில் இருக்கும்போது கூட இவ்வளவு பிரியாணி சாப்பிட்டாங்க ஹாஸ்டல் வந்தா வீக்லி ரைஸ்ல 4 வாட்டி 6 കടയുണ്ട്. ഇതിൽ ഒരു കട ഫുള്ള് വെച്ചാണ്. അപ്പൊ ഈ കടയിൽ വെജ് ഫ്രൈഡ് റൈസും വെജ് നാഗാലാൻഡ് റെക്കോർഡ് ചെയ്തതാണ്. റെക്കോർഡ് ചെയ്തെല്ലാം റെക്കോർഡായില്ല. വീഡിയോ അപ്പോ നമ്മൾ കുറെ സംസാരിച്ചായിരുന്നു അതിന്റെ ഇടയിൽ. അതൊന്നും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ല. അപ്പോ നമ്മളെവിടെ പറഞ്ഞെത്തി ഇതിലിപ്പോ കിട്ടിയത് ബിരിയാണി കിട്ടിയത് ഹോസ്റ്റൽ ബിരിയാണി. ക്യാൻറ്റീൻ ബിരിയാണി. ഹോസ്റ്റൽ ബിരിയാണി. ഹോസ്റ്റലിൽ നിന്ന ബിരിയാണി അപ്പോ ഇത് ഫുഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെയാണ് ഫുഡിന്റെ അവസ്ഥ. അത്ര ഇതൊന്നും അല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസോ മിനറൽസോ ഒന്നും വീട്ടിൽ കിട്ടുന്ന ഫുഡല്ല. നിങ്ങൾക്ക് വൈറ്റമിൻസോ ഒന്നും കിട്ടാൻ ഉരുളക്കിഴങ്ങിൽ നിന്നും ഡാലിയിൽ നിന്ന് എന്തോന്ന് കിട്ടുമെന്ന് ആദ്യം റിസർച്ച് ചെയ്ത് വന്നാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുക. സപ്ലിമെന്റ്സ് എടുക്കുന്നതിൽ ഒരു തെറ്റില്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടുകാരെങ്കിലും ഇവിടെ കണ്ടിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പിള്ളേർ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ പറ്റത്തില്ല എന്നൊന്നും പറയരുത്. പിള്ളേർക്ക് ആവശ്യമുള്ള ഹോർലിക്സും ബൂസ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ കാശുള്ള വീട്ടുകാരാണെങ്കിൽ അതെടുത്ത് പാലി കാര്യം കൊടുക്കാൻ കുഴപ്പമില്ലെങ്കിൽ സപ്ലിമെന്റ്സ് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. ഇവിടെ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ ഇല്ല. ഇതൊക്കെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകുമ്പോൾ ഇതിലൊരു ടാഗ് കൂടെ ഒട്ടിച്ചാലേ കൊടുക്കാൻ പറ്റുള്ളൂ. 15 വയസ്സിന് താഴെ പിള്ളേർ കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രശ്നമുള്ള ഐറ്റമാണ് നമ്മൾ ഇവിടെ വെച്ച് വിൽക്കുന്നത്. മനസ്സിലായോ? അതിന്റെ ഷുഗർ കണ്ടന്റ് കാരണമാണ്. എനർജി ആയതുകൊണ്ട് ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നെങ്കിൽ അതിനും മാത്രം ഷുഗർ കണ്ടന്റ് ഉണ്ട് അതിനകത്ത്. അപ്പോ സപ്ലിമെന്റ്സ് എടുക്കുന്നതിൽ ഒരു തെറ്റില്ല. വേ പ്രോട്ടീൻ ഒക്കെ പിള്ളേർക്ക് തൊട്ട് ഗർഭിണിമാർക്ക് വരെ ഡോക്ടേഴ്സ് എന്താ ഇത് ഒരു തലമുറ പറയുമ്പോൾ 10 எனக்கு இவங்கள சந்தேகமா இருக்கு சரியே இல்ல
അപ്പോ പിന്നെ യൂണിവേഴ്സിറ്റി ഉള്ളത് പ്രൊഫസറിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ പ്രൊഫസേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയില് നിങ്ങൾക്ക് കിട്ടുന്ന ടൈപ്പ് പ്രൊഫസേഴ്സ് ഇല്ലേ, ആ ഒരു ലെവൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ലായിരിക്കും. പക്ഷേ പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസുകളിൽ വരുന്ന ഒരു സംഭവമുണ്ട്, ഇങ്ങനെ പ്രൊഫസേഴ്സും സ്റ്റുഡൻസിന്റെ ഇടയിലുള്ളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് അധികം ഉണ്ടാവാറില്ല, ഡൽഹിയിലൊന്നും ഒട്ടുമില്ല. ഇവിടെ നല്ല രീതിക്കുണ്ട്. അതായത് ഒരു പ്രൊഫസർ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ടെങ്കിൽ ആ പ്രൊഫസർ നിങ്ങളുടെ പേര് അറിയായിരിക്കും, ആ പ്രൊഫസർ നിങ്ങളുടെ ഏത് പ്രൊഫസറാണെന്ന് അറിയായിരിക്കും. ചിലപ്പോ നിങ്ങളുടെ മൈനർ വരെ അവർക്ക് അറിയായിരിക്കും. അതുകൊണ്ട് ആ ഒരു ബന്ധം നമ്മുടെ പ്രൊഫസറെ വിളിച്ചിട്ട് തരാൻ വേണ്ടി നിങ്ങൾക്ക് അതൊന്നുമല്ല. ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ വേറെ വീഡിയോ സെപ്പറേറ്റ് ഉണ്ടാക്കും. ഇവന്റെ ചെറിയൊരു കഥ പറയാനാണെങ്കിൽ ചെറിയൊരു കഥ പറഞ്ഞാൽ ഇവനെ കുറിച്ചിട്ട് ഇവൻ വരാൻ നേരത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വരാൻ നേരത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഇത് ബിടെക് ഡിപ്പാർട്ട്മെന്റിന്റെ HOD വിളിച്ചിട്ട് ഇവൻ ചോദിക്കുക, ഞാൻ ഏത് ബാഗ് എടുക്കണോ, സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗ്, കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗ്, ഞാൻ ഏത് ബാഗ് എടുക്കണോ എന്ന് ചോദിച്ചാൽ ഇവൻ. $2.5-3 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു മനുഷ്യൻ, ഇത്ര തിരക്കുള്ള ഒരു മനുഷ്യന് ഇവൻ ബാഗ് മുകേഷ് പറയുകയാണെങ്കിൽ ആ വില എന്തിനാണ് കൊടുക്കുന്നത്, ആ വില എന്തിനാണ് കൊടുത്തത് എനിക്ക്. പിന്നീട് ലാപ്ടോപ്പ് എടുത്ത് മാർക്കറ്റ് ചെയ്യണം വീണ്ടും റൂമിലേക്ക് റൂമിലേക്ക് എന്നോട് എടുത്ത് വരലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇറക്കി വിട്ടത് പിന്നെ നീ ഇവിടെ പരിസരത്താണ്. ഇവിടെ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ബാച്ച് കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സ്പെരിമെന്റൽ ബാച്ചാണ് ഈ ഇരിക്കുന്ന മൂന്നെണ്ണം. ഇവിടെ ഫസ്റ്റ് ടൈം സുഹൈല് നമ്മുടെ പുള്ളിക്കാരൻ അഭിഷേകും ഇവനും അത് നമ്മുടെ പുള്ളിക്കാരൻ ഒരേ ക്ലാസ്സാണ്. അത് BSc അല്ല ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്ന AML കോഴ്സ് ഇങ്ങ് കൊടുക്കുന്നു. പ്രൈവേറ്റ് യൂണിവേഴ്സിറ്റീസ് மட்டும் தான் AML ஆஃபர் பண்ணாங்க. சென்ட்ரல் யூனிவர்சிட்டி எங்கேயுமே AML கிடையாது. ஜஸ்ட் கோர் சப்ஜெக்ட் கம்ப்யூட்டர் சயின்ஸ் இன்ஜினியரிங் மட்டும் தான். இங்க மட்டும் தான் ஸ்பெஷலைசேஷன். அது போட்டா எஃபிஷியன்ட் டிகிரி நேம்ல வந்துச்சு AML. அவ்வளவுதான். டிகிரி நேம் கம்ப்யூட்டர் സയൻസ് എഞ്ചിനീയറിംഗ് AML. നിങ്ങൾ നല്ല യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് ഒക്കെ കിട്ടും. പ്രൈവറ്റ് എടുക്കണമെന്നല്ല ഞാൻ പറയണം, അവിടെ കിട്ടും. അവർക്ക് അതിന്റെ ആവശ്യം. 10 lakh സെർവ് ചെയ്യണം. 10 lakh ഇവിടെ നിങ്ങൾക്ക് അത്ര പൈസ ഒന്നും ഇല്ല, പൈസ ഇല്ല, അത് പറയാം. പക്ഷെ ഡിഗ്രിക്ക് വരെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട്. സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട്. അப்புறம் ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ കയ്യിൽ ഗോൾഡ് മെഡൽ കിട്ടും. അപ്പൊ പ്രസിഡന്റിന്റെ കയ്യിൽ ഗോൾഡ് മെഡൽ വാങ്ങിക്കുന്ന താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് ഇസ് എ മസ്റ്റ് ഹിയർ. ലേൺ ദ ലാംഗ്വേജ് ദെൻ കം ഹിയർ. അണ്ടർസ്റ്റാൻഡ് എ ബിറ്റ് ഓഫ് ദ ലാംഗ്വേജ്. ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയാണ് ബെറ്റർ ആയ എന്റെ ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഇംഗ്ലീഷിന്റെ ABCD പോലും അറിയത്തില്ല. അങ്ങനെയൊക്കെ വന്ന ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം ലാംഗ്വേജ് പഠിക്കുന്നത് അപ്പൊ ലാംഗ്വേജ് പഠിക്കുക. ഹിന്ദി അറിയെങ്കിൽ അത്ര നല്ലത്. ഇംഗ്ലീഷ് മസ്റ്റ് ആണ്. ഇംഗ്ലീഷും പഠിച്ചാൽ വന്നാൽ മതി. അപ്പോ നമ്മളെ പുതിയ പുതിയ ക്യാമ്പസ് ലൈഫ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസ് കാണാം. അപ്പോ part 2 க்கு hit like 100 likes கொடுத்தா part 2 வரும். இல்லனா வராது. നമ്മുടെ
അതാണ് സെയിൽസ് അതാണ് അവൻ അതിന്റെ ഇടയിൽ